റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനം വർണ്ണാഭമായി ആഘോഷിച്ച രാജ്യം. ഇന്ത്യയുടെ സൈനിക മികവും സാംസ്കാരിക പാരമ്പര്യവും വീണ്ടും വിളംബരം ചെയ്യുന്നതായിരുന്നു ചടങ്ങുകൾ. നാരീശക്തി പ്രമേയമാക്കി കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടും അഭിനന്ദനം നേടി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തിയതോടെയാണ് 74-ാം റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കമായത്. Republic of Egypt, and we warmly welcome them. കര, നാവിക, വ്യോമസേനകളും വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളും NCC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും കർത്തവ്യപഥിലൂടെ മാർച്ച് ചെയ്ത് നീങ്ങി. പരേഡിനെ രാഷ്ട്രപതി അഭിവാദ്യത്തിൽ ശേഷി പ്രകടമാക്കി. ദേശസ്നേഹം സ്മരിക്കുന്ന നിമിഷങ്ങളായിരുന്നു 74-ാം റിപ്പബ്ലിക് ദിനാഘോഷം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. സൈനിക, പോലീസ് വിഭാഗങ്ങളും അശ്വാരൂഢ സേനയുൾപ്പെടെ പരേഡിൽ അണിനിരന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗം. കരസേനാ മേജർ ആനന്ദ് CS നേതൃത്വം നൽകിയ പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. പരേഡിൽ 10 സായുധ വിഭാഗങ്ങൾ, 11 സായുധേതര വിഭാഗങ്ങളും അശ്വാരൂഢ സേനയും അണിനിരന്നു. കർണാടക വനിതാ പോലീസിന്റെ പ്ലാറ്റൂണും പരേഡിന്റെ ഭാഗമായി. ഭാരതീയ കരസേനയുടെ 11ാം മദ്രാസ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ഗീത S. വർദ്ധി നയിക്കും. മലയാളത്തിൽ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന ഗവർണർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്നും നവകേരളം പദ്ധതി സംസ്ഥാനത്ത് മികച്ച വികസനമാണ് കൊണ്ടുവരുന്നതെന്നും ഗവർണർ. In Kerala, our state government led by Chief Minister Honorable Shri Pinarayi Vijayan has been working on the vision of a Nav Keralam by addressing key areas like agriculture, environment, housing, healthcare and education. Kerala has drawn inspiration from India's rise as the 3rd largest startup ecosystem in the world, and the Kerala Startup Mission has been recognized in the Global Startup Ecosystem Report 2022 as Asia's leading performer. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണപരമായ മാറ്റം വേണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്നത് അത്തരത്തിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഗവർണർ പറഞ്ഞു. ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ V. ശിവൻകുട്ടി, GR അനിൽ, ആന്റണി രാജു തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു ജില്ലകളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. ഭരണഘടന അട്ടിമറിക്കാൻ പല തലത്തിലും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. ഭരണഘടനയുടെ കാവലാളായി നാം മാറണം, ഭരണഘടന സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത നമുക്കുണ്ടെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു.
ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ നിഷ്കർഷ വെച്ചു. ആ നിഷ്കർഷ ഭരണഘടനയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ആ ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ആ ഭരണഘടനയുടെ കാവലാളുകളായി നാം ഓരോരുത്തരും മാറേണ്ടതായിട്ടുണ്ട്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി നിലയുറപ്പിക്കുമെന്ന് ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. തെലങ്കാനയിൽ ഗവർണറുമായുള്ള തർക്കത്തെ തുടർന്ന് ഗവർണറുടെ റിപ്പബ്ലിക് ദിനാഘോഷം ബഹിഷ്കരിച്ച മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു രാജ്ഭവനിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു. ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ദേശീയ പതാക ഉയർത്തി. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഓസ്കർ നോമിനേഷനുകൾ നേടിയ നാട്ടുനാട്ടുപാട്ടിന്റെ സംഗീത സംവിധായകനും രചയിതാവുമായ എം കീരവാണിയെ ചടങ്ങിൽ അഭിനന്ദിച്ചു. കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ചുമതലയേറ്റ് കെ.വി. തോമസ് കേരള ഹൌസിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി. ദില്ലിയുമായി അരനൂറ്റാണ്ട് നീണ്ട ബന്ധമാണുള്ളതെന്നും അത് കേരളത്തിനായി ഉപയോഗപ്പെടുത്തുമെന്നും കെ.വി. തോമസ് പറഞ്ഞു. ക്യാബിനറ്റ് പദവിയോടെയാണ് കെ.വി. തോമസിന്റെ നിയമനം. ഗവർണറെ പ്രകീർത്തിച്ച് രമേശ് ചെന്നിത്തല. ഗവർണറുടെ എല്ലാ പ്രവർത്തികളും ഗാന്ധിയൻ ആദർശങ്ങളിലൂന്നിയെന്ന് ചെന്നിത്തല. ആരിഫ് മുഹമ്മദ് ഖാൻ ഗാന്ധിയനെന്നും ചെന്നിത്തല പറഞ്ഞു. Our honorable governor is with us. He has, in his whole life, he has followed the principles of Gandhi. He has followed the principles of Gandhism. I know him personally for years. All his speeches, all his deeds, definitely inspired by the Gandhis and Gandhian ideals. BBC ഡോക്യുമെന്ററി വിവാദത്തിൽ അനിൽ ആന്റണിയുടേത് അടഞ്ഞ അധ്യായമെന്നും ചെന്നിത്തല. അദ്ദേഹം പാർട്ടി പദവികൾ രാജിവെച്ചു. കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണെന്നും ചെന്നിത്തല പറഞ്ഞു. അതിപ്പോൾ ഒരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹം പാർട്ടി പദവികളിൽ നിന്നെല്ലാം രാജിവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യം. കേരളത്തിലെ കോൺഗ്രസിന്റെയും ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെയും നയം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് എല്ലാവരുടെയും നിലപാട്. ഡോക്യുമെന്ററി പ്രദർശനം തടഞ്ഞ് ഗുജറാത്ത് കലാപത്തിലെ സത്യാവസ്ഥ മറച്ചുവെക്കാൻ ശ്രമിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തല. കലാപത്തിൽ മോദിക്കും അമിത്ഷായ്ക്കുമുള്ള പങ്ക് എല്ലാവർക്കും അറിയാമെന്നും ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായിട്ടും ഗുജറാത്ത് കലാപത്തിന്റെ സത്യാവസ്ഥ ആര് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഈ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പങ്ക് സംശയാതീതമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. സത്യം എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും അത് ഒരു നാൾ പുറത്തു വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഡോക്യുമെൻ്ററി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിനെതിരെ BJP പ്രതിഷേധം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ഇന്ന് രാവിലെ ഡോക്യുമെന്ററി പ്രദർശനം നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു BJPയുടെ പ്രതിഷേധം. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ സ്വമേധയാ പിരിഞ്ഞുപോയി. അതേസമയം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ പ്രദർശനം തടസ്സമില്ലാതെ നടന്നു. തൃപ്പൂണിത്തുറയിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. BBC ഡോക്യുമെന്ററിയിൽ പ്രതികരണവുമായി അമേരിക്ക. ലോകത്തെവിടെയും മാധ്യമ സ്വാതന്ത്ര്യം മാനിക്കപ്പെടണം. മതസ്വാതന്ത്ര്യവും അഭിപ്രായ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യത്തിൽ പ്രാധാന്യം ഏറെയുണ്ട് എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെഡ് പ്രൈസ് പറഞ്ഞു. BBC ഡോക്യുമെന്ററി വിലക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടായിരുന്നു മറുപടി. When we have concerns about actions that are taken in India, we've voiced those. We've had an occasion to do that. But
we want first and foremost to reinforce those values that are at the heart of our relationship. മസാല ദോശയിൽ തേരട്ടയെ കണ്ടെന്ന പരാതിക്ക് പിന്നാലെ എറണാകുളത്ത് ഹോട്ടൽ അടപ്പിച്ചു. ഹോട്ടലിൽ പരിശോധന നടത്തിയ പറവൂർ നഗരസഭ ആരോഗ്യ വിഭാഗം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കള പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. ഹോട്ടലിലെ ഭക്ഷണ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റ് കണ്ടെത്തി. കഞ്ഞിക്കുഴി സ്വദേശി ബിനു മാത്യുവിന്റെ വീട്ടിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. 8008 കുപ്പി വ്യാജമദ്യം പിടിച്ചെടുത്തു. സ്റ്റാലിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റാലിൻ, കഞ്ഞിക്കുഴിയിലാണ് വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. വൻ വേട്ടയാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ തന്നെ നടന്നിട്ടുള്ളതിലെ ഏറ്റവും വലിയ വ്യാജമദ്യ പരിശോധനയും റെയ്ഡുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കള്ളക്കാനം സ്വദേശിയായ തോട്ടുപുറത്ത് ബിനു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നുമാണ് ഇപ്പോൾ വ്യാജമദ്യം കണ്ടെടുത്തിരിക്കുന്നത്. ഒരു വലിയ നിർമ്മാണ യൂണിറ്റ് കൂടി ആയിരുന്നു, വ്യാജമദ്യത്തിന്റെ നിർമ്മാണ യൂണിറ്റ് കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഇന്ന് പുലർച്ചെ തങ്കമണി എക്സൈസ് സംഘം അവിടെ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ട് 3500 കുപ്പി മദ്യം രാത്രി തന്നെ പിടികൂടി. അതിന് പുറമെയാണ് ഇന്ന് നടത്തിയ റെയ്ഡ്. ഇന്ന് പകൽ നടത്തിയ റെയ്ഡിൽ 4508 കുപ്പി മദ്യം കൂടി ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 8808 കുപ്പി മദ്യം കുപ്പിക്കുള്ളിൽ നിറച്ച് പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ച രീതിയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പൂപ്പാറയിൽ നിന്നും ശാന്തമ്പാറയ്ക്ക് സമീപം പൂപ്പാറയിൽ നിന്നും 3 പേരെ വ്യാജമദ്യവുമായി ബന്ധപ്പെട്ട് 4 പേരെ പിടികൂടിയിരുന്നു. ഇതിൽ ഒരാൾ ബീവറേജ് കോർപ്പറേഷനിലെ കൗണ്ടറിലെ ജോലിക്കാരനാണ് ബിനു എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ വ്യാജമദ്യ നിർമ്മാണ യൂണിറ്റ് നടക്കുന്നതായിട്ട് എക്സൈസ് സംഘത്തിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. അതിന് പ്രകാരം ആ കേസിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിന്റെ തുടർ അന്വേഷണം എന്ന നിലയ്ക്കാണ് ഇന്ന് തങ്കമണി എക്സൈസ് സംഘം ഇന്ന് പുലർച്ചെയും ഇന്ന് പകലുമായിട്ട് കഞ്ഞിക്കുഴിയിലെ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഏതായാലും 8808 കുപ്പി മദ്യവും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. വലിയ അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. രേണുക, ശരി. സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മധ്യവയസ്കനെ കഴുത്തറുത്തു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കായ്ക്കൊടിയിലെ ബാബുവാണ് കൊല്ലപ്പെട്ടത്. കിടപ്പുമുറിയിലാണ് കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടത്. ബാബുവിന്റെ അയൽവാസി രാജീവനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ അന്വേഷണവും നടന്നു വരികയായിരുന്നു. പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? രേണുക, കായക്കൊടിയിലെ 50 വയസ്സുകാരനായ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം രാജീവൻ തൂങ്ങി മരിച്ചതാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയാണ് ബാബുവിനെ കഴുത്തറത്ത നിലയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം മുറിവേറ്റ പാടുകളുമുണ്ട്. അതായത് മൽപ്പിടുത്തം നടക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സമീപത്തെ ഇയാളുടെ അയൽവാസിയും അടുത്ത സുഹൃത്തുമായ രാജീവനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം രാജീവൻ തൂങ്ങി മരിച്ചതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും തൊട്ടിൽപ്പാലം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് നടപടികൾ തുടരുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്ന് ഇതായിരിക്കാം ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ധോണിയിൽ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയ PT-7 ശരീരത്തിൽ നിന്നും പെല്ലറ്റുകൾ കണ്ടെത്തിയിരുന്നതായി വനം വകുപ്പ്. കാലിന്റെ പിൻഭാഗത്താണ് 15 പെല്ലറ്റുകൾ കണ്ടെത്തിയത്. തുരത്താനാണെങ്കിലും PT-7 എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് ഗുരുതര തെറ്റെന്ന് വനം മന്ത്രി പ്രതികരിച്ചു. PT-7 പിടികൂടിയ ശേഷം നടത്തിയ ശരീരപരിശോധനയിലാണ് പെല്ലറ്റുകൾ കണ്ടെത്തിയത്. ആനയെ ഓടിക്കാൻ എയർഗൺ കൊണ്ട് വെടിവെച്ചതാകുമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. എന്നാൽ പരിക്കുകൾ സാരമുള്ളതല്ലെന്നും പരിശോധിച്ചു വരികയാണെന്നും വനം വകുപ്പ് അറിയിച്ചു. PT-7 എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് ഗുരുതര തെറ്റെന്ന് വനം മന്ത്രി. ആനയുടെ പിൻഭാഗത്ത് ഏതാനും ബുള്ളറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആനയെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കുകയുള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത്തരം കൃത്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേലിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യുകയില്ല എന്നൊരു തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്.
എന്നാൽ PT-7 ഓടിക്കും എന്നല്ലാതെ വെടിവെച്ചോടിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയുള്ള കർഷകർ ആകെ കടവും കാര്യങ്ങളും മേടിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അവർക്ക് സത്യം പറഞ്ഞ വില കൂടിയ ഓലപ്പടക്കങ്ങളെ മേടിക്കാൻ കഴിവില്ല. അവർ ഈ ആന ഇറങ്ങി RRT വിളിക്കാറുള്ളത്. RRT കൊടുക്കുന്ന പടക്കങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ ആനിപ്പോ ഒരു സ്ഥലത്തല്ലല്ലോ, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇപ്പൊ എവിടെ നിന്ന് പോയി എന്ത് കാണിച്ചു തന്നില്ല, നമ്മൾക്ക് ഒരു അറിവുമില്ല. കൂട്ടിൽ കഴിയുന്ന PT-7 മെരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2 പാപ്പാന്മാരെ ഇതിനായി നിയോഗിച്ചു. എന്നാൽ ചില സമയങ്ങളിൽ കൂട് തകർക്കാനുള്ള ശ്രമം PT-7 എന്ന ധോണി തുടരുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. ബത്തേരി താഴത്തൂർ നൂലക്കുന്നിലാണ് പ്രദേശവാസി കടുവയെ കണ്ടത്. തൊട്ടടുത്ത മടക്കരയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ. പ്രദേശത്ത് വനംവകുപ്പും പോലീസും തെരച്ചിൽ നടത്തുകയാണ്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ കാട്ടാനകളുമായുള്ള മനുഷ്യന്റെ അതിജീവന പോരാട്ടം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി. സംസ്ഥാനത്ത് കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശം ഇടുക്കിയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളാണ്. 2002 മുതൽ ഇതുവരെ 43 പേരുടെ ജീവനാണ് മേഖലയിൽ പൊലിഞ്ഞത്. മതികെട്ടാൻ ചോലയിലെ കാട്ടാന ആക്രമണത്തിലെ ഒടുവിലത്തെ ഇരയാണ് വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ. കാടിനെയും കാട്ടാനയെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ശക്തിവേൽ തോട്ടം തൊഴിലാളികളുടെ ആശ്രയമായിരുന്നു. കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ ഓടിയെത്തിയിരുന്ന നാട്ടുകാരൻ, ആനയെ ശാസിച്ച് ശാന്തനാക്കുന്നവൻ. ചില്ലിക്കൊമ്പൻ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങി തോട്ടം മേഖലയിൽ കറങ്ങി നടക്കുന്ന നിരവധി ആനകൾ ഇവിടെയുണ്ട്. ആനപ്പേടിയിലാണ് ഓരോ ദിവസവും തോട്ടം തൊഴിലാളികളുടെ ജീവിതം. ആന തോട്ടങ്ങളിൽ തമ്പടിക്കുന്ന ദിവസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടും. രാത്രികാലങ്ങളിൽ ലയങ്ങൾക്ക് മുൻപിൽ ആന എത്തുന്നത് പതിവാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നില്ല. ആക്രമണത്തിൽ പരുക്കേറ്റ് പാതി ജീവനുമായി കഴിയുന്നവരും നിരവധിയാണ്. நாங்க அன்னன்னைக்கு வேலை செஞ்சு சாப்பிடுறவங்க. காட்டுக்கு போனா எங்களுக்கு நிம்மதியா வேலை செய்ய முடியல. பிள்ளைகளை ஸ்கூல்ல சேர்க்கணும்னா எங்க இருந்து வந்தாலும் எங்க பார்த்தாலும் யானை தான் நிக்குது. நாங்க அன்னன்னைக்கு வேலை செஞ்சு சாப்பிடுறவங்க. பிறகு ரேஷன் கடையை இடிச்சிருது. எங்களுக்கு அரிசி கிடைக்க மாட்டேங்குது. அந்த அரிசியை சாப்பிட்டு போயிட்டா நாங்க என்ன செய்ய முடியும்? ஒண்ணும் செய்ய முடியாது. പൂപ്പാറ, കോരമ്പാറ, മൂലത്തറ, സിങ്കുണ്ടം, 301 കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനശല്യം പതിവാണ്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഓരോ വർഷവും ആന നശിപ്പിക്കുന്നത്. ദുരന്തം സംഭവിക്കുമ്പോൾ ഉടൻ ശാശ്വത പരിഹാരമെന്ന സ്ഥിരം പല്ലവി വനം വകുപ്പ് ഉയർത്താറുണ്ടെങ്കിലും കാടിറങ്ങുന്ന കൊമ്പന്മാരെ നിലയ്ക്ക് നിർത്താനുള്ള പദ്ധതികൾ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കോട്ടയം മീനടത്ത് വൃദ്ധമാതാവിനെ മർദ്ദിച്ച മകൻ അറസ്റ്റിൽ. മീനടം മാത്തൂർപ്പടി തെക്കേതിൽ കൊച്ചുമോനാണ് പാമ്പാടി പോലീസിന്റെ പിടിയിലായത്. മദ്യലഹരിയിൽ അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ജി ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുന്നു? എന്താണ് പോലീസിന്റെ നടപടികൾ? രേണുക, ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മീനടം മാത്തൂർപ്പടി തെക്കേൽ കൊച്ചുമോൻ, 48 വയസ്സുള്ള കൊച്ചുമോനാണ് സ്വന്തം അമ്മയെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ കൊച്ചുമോന്റെ ഭാര്യ പകർത്തിയ ദൃശ്യങ്ങൾ വാർഡ് മെമ്പർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്നാണ് മറ്റുള്ളവർക്കൊക്കെ അയച്ചതിൽ നിന്നാണ് പോലീസിന് ഈ വിവരം ലഭിക്കുകയും പോലീസ് കേസെടുക്കുകയും ഇയാളെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ കൊച്ചുമോൻ സ്ഥിരം മദ്യപാനിയായിരുന്നു. മദ്യത്തിന് അടിമയായ ഇയാൾ വീട്ടിൽ അതിക്രമങ്ങൾ നടത്തുന്നത് പതിവായിരുന്നു.
ഇതിനിടെയാണ് ഇന്നലെ ബോധപൂർവ്വം ഇയാളുടെ ഭാര്യ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും വാർഡ് മെമ്പർക്കും ഉൾപ്പെടെ അയച്ചു കൊടുക്കുകയും ചെയ്തത്. എന്തായാലും ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അക്രമം അടക്കമുള്ള വിവിധ വകുപ്പുകൾ, വീടിനുള്ളിൽ നടത്തിയ അക്രമങ്ങളുടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. പാമ്പാടി പോലീസാണ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും കൊച്ചുമോനെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വൈകാതെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? പെൻഷൻ പ്രായം ഉയർത്തുമോ? ക്ഷേമ പെൻഷന്റെ സ്ഥിതി എന്താകും? മദ്യവില കൂട്ടുമോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ധനമന്ത്രി മറുപടി പറയുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് KN ബാലഗോപാൽ മനസ്സ് തുറന്നത്. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനങ്ങത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമാവുന്നു. ഏതെങ്കിലും കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുകയോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും മുടക്കം വരികയോ ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം. ഒരു 60-64 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് വളരെ കാര്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമാകും അടുത്ത വർഷമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. കേരളത്തിൽ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളും കേരളത്തിൻ്റെ എക്കണോമിയെ വല്ലാതെ ബാധിക്കുന്നതും പിന്നോട്ടടിക്കുന്നതുമാണ്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വളർച്ചയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. 12% സ്ഥിരവിലയിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ വളർച്ച. ഈ ജനങ്ങളുടെ പ്രധാന ആശങ്ക ക്ഷേമ പെൻഷൻ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത്. 2, കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. കാരണം കേന്ദ്രത്തിന്റെ ഒരു നിലപാട് കൂടി അതിനൊരു തടസ്സമാവുന്നുണ്ട്. അതിലും ഇത് പൊതുകടമായി നിശ്ചയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതെങ്ങനെ അത് നേരിടണം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കും എന്നുള്ളത് പ്രധാന വെല്ലുവിളിയല്ലേ? ഈ ക്ഷേമ പെൻഷന് നടത്തുന്നതിന് അത് കൃത്യമായി അതിൻ്റെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ പണം ലഭ്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു കമ്പനിയായിരുന്നു കേരള KSSPL പെൻഷൻ കമ്പനി എന്ന് പറയും. ആ കമ്പനി എടുക്കുന്ന കടവും അതുപോലെ തന്നെ അതുവഴി ചിലവാക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് കേന്ദ്രത്തിന്റെ സമീപനം. അവർ പറയുന്നത് ഈ സോപ്സ് ഒന്നും വേണ്ട എന്നാണ്, അതായത് സൗജന്യങ്ങളൊന്നും കൊടുക്കേണ്ടതെന്നാണ് അവരുടെ നയം. അത് പക്ഷേ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ല. ഗവൺമെൻറ് ആ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കൃത്യമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷനും എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയായാലും ഇപ്പോൾ അടുത്ത മാസത്തെ ക്ഷേമ പെൻഷനും ഇപ്പം കൊടുക്കാൻ തന്നെ ഉള്ള സമീപനം തന്നെയാണ് എടുക്കുന്നത്. ബജറ്റ് പുറത്തായിരുന്നാലും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഈ സർക്കാർ സർവീസ് മേഖലയിലെ പെൻഷനായിട്ടും ഒപ്പം ശമ്പളവുമായിട്ടും എല്ലാം പോയിരുന്നു. സ്വാഭാവികമായി 2 ചോദ്യങ്ങളാണ്. ഒന്ന്, സർവീസ് മേഖലയിൽ പെൻഷൻ പ്രായം ഉയർത്തുമോ എന്നുള്ളത്. 2, കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാറ്റണമെന്നുള്ള ആവശ്യം സർവീസ് മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ 2 കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിനകത്തൊക്കെ സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയമുണ്ട്. അതനുസരിച്ച് തന്നെയാണല്ലോ കാര്യങ്ങൾ പോവുക. അതല്ലാതെ എന്തെങ്കിലും പെൻഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന അഭ്യൂഹം അനുസരിച്ചിട്ട് അത് കൂട്ടാനൊന്നുമുള്ള തരത്തിലേക്കൊന്നും ആലോചനയൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ നിലവിലുള്ള ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ചും ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അത് പഠിച്ച് തീരുമാനങ്ങൾ ഫൈനലായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം വരുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ആ മേഖലയിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, കോവിഡ് സമയത്ത് കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അതിൻ്റെ പണം കൊടുത്ത വലിയ ബാധ്യതയും ഉത്തരവാദിത്വമാണത് ഉണ്ടാക്കിയത്. എങ്കിൽ പോലും കോവിഡാണെങ്കിലും അത് ചെയ്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ള കാര്യമാണ് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഫോക്കസ് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സാധാരണക്കാർക്കും ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളതുകൊണ്ട് ആ സമീപനം തന്നെയായിരിക്കും പൊതുവിൽ ജീവനക്കാരോടായാലും തൊഴിലാളികളോടായാലും കർഷകരോടും മറ്റ് എല്ലാ മേഖലയിലുള്ളവരോടും ഗവൺമെൻറ് സ്വീകരിക്കുക. കായൽ ടൂറിസത്തിന് ആലപ്പുഴ പ്രസിദ്ധമാണെങ്കിലും അതിനോടൊപ്പം തന്നെ ജലമലിനീകരണ പ്രശ്നങ്ങളും ജില്ലയിൽ രൂക്ഷമാണ്. ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളുള്ള ഫിനിഷിംഗ് പോയിന്റിനായി ബ്ലോക്കിൽ പണിത മാലിന്യ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളാകുന്നു. ദിവസേന നിരവധി സഞ്ചാരികൾ എത്തുന്ന ഫിനിഷിംഗ് പോയിന്റിലെ
ടൂറിസം ഓഫീസിന്റെയും അവസ്ഥ ശോചനീയമാണ്. ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴയിലെ പ്രധാന ഹൌസ് ബോട്ട് ടെർമിനലായ പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റാണ്. ആയിരക്കണക്കിന് ഹൌസ് ബോട്ടുകളാണ് ദിവസേന സഞ്ചാരികളുമായി ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ബോട്ടുകളിലെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കാൻ ഒരു സംവിധാനവും സർക്കാർ മേഖലയിൽ പുന്നമടയിൽ ഇപ്പോൾ ഇല്ല. ലക്ഷങ്ങൾ മുടക്കി 6 ബ്ലോക്കിൽ പണിത ട്രീറ്റ്മെന്റ് പ്ലാന്റും നിലച്ചിട്ട് വർഷങ്ങളാകുന്നു. ദൈനംദിന മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായി അത് പൂട്ടിയിരിക്കുകയാണ്. ചില സ്വകാര്യ വ്യക്തികളുടെയും പിന്നെ കുമരകം DTPC അണ്ടറിലുമുള്ള ചില പ്ലാന്റുകളെ ആശ്രയിച്ചാണ് ഇപ്പം നിലവിൽ ഇവിടെ ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ ലഭ്യമാകണമെങ്കിൽ മാലിന്യം നീക്കം ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 4000 രൂപ വരെ ചിലവ് വഹിച്ചാണ് ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യാനായി കുമരകത്തേക്ക് ബോട്ടുകൾ പോകുന്നത്. തിരക്കുള്ള ദിവസം 5000-ഓളം സഞ്ചാരികൾ എത്തുന്ന പ്രധാന ടെർമിനൽ ശുചിമുറികൾ പോലും വൃത്തിഹീനമാണ്. ഇവിടെ നല്ല തിരക്ക് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു 4000 മുതൽ 5000 വരെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ നല്ല രീതിയിലുള്ളൊരു ബാത്റൂം ഫെസിലിറ്റി അതേപോലുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. അതൊരു വലിയൊരു പരിമിതി തന്നെയാണ്. ബഡ്ജറ്റ് വഴി പ്രാഥമിക സൗകര്യങ്ങളെങ്കിലും ഒരുക്കി നൽകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികളും ഉടമകളും. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ആലപ്പുഴയിലെ ഫിനിഷിംഗ് പോയിന്റ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ ഇവിടെ വട്ടപൂജ്യമാണ്. ഇത്തവണയെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പുന്നമടയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരിടവേള കൂടി. ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. ബജറ്റിന്റെ തിരക്കിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ. എന്തായാലും അതിനിടെ കുറച്ച് സമയം നമ്മളോട് സംസാരിക്കാൻ മന്ത്രി ചേരുന്നുണ്ട്. ബജറ്റിന്റെ പ്രതീക്ഷകളും എല്ലാം പങ്കുവയ്ക്കാം. നമസ്കാരം മിനിസ്റ്റർ. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് നിരന്തരമായി എല്ലാവരും കേൾക്കുന്നുണ്ട്. എപ്പോഴും ബജറ്റിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായി സാമ്പത്തിക പ്രതിസന്ധി ബജറ്റിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം, ആശങ്കയും. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനങ്ങത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമാവുന്നു. ഏതെങ്കിലും കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുകയോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും മുടക്കം വരികയോ ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം. ഒരു 60-64 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് വളരെ കാര്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമാകും അടുത്ത വർഷമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. അത് വെറുതെ ഒരു അലങ്കാരികമായി പറഞ്ഞല്ല. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നും വന്ന പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാനിൽ കറണ്ടില്ല, 17 മണിക്കൂർ കറണ്ടില്ല. കറണ്ടില്ലാത്ത കാര്യം അന്വേഷിച്ചപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ കണക്കൂടില്ല അവിടെ, വലിയ പവർ ഹൗസസ്. ഡീസൽ വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് കറണ്ടില്ല എന്നാണ് കണ്ടത്. ശ്രീലങ്കയിലെ സ്ഥിതി നേരത്തെ വന്നതാണ്. അപ്പം ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിമാർ 3 പേരായി. 2 മാസം കൊണ്ട് 3ാമത്തെ പ്രധാനമന്ത്രി വന്നു. എല്ലായിടത്തും ഈ ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കഴിയണം. അതിന് സാമ്പത്തിക നയങ്ങളാണ് പ്രധാനം. കേരളത്തിൽ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളും കേരളത്തിൻ്റെ എക്കണോമിയെ വല്ലാതെ ബാധിക്കുന്നതും പിന്നോട്ടടിക്കുന്നതുമാണ്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വളർച്ചയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. 12% സ്ഥിരവിലയിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ വളർച്ച. 17% കറണ്ട് പ്രൈസസിലെ വളർച്ച. അപ്പോൾ അങ്ങനെ ഉള്ള വളർച്ചയുണ്ട്. പക്ഷേ അത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ട 24,000 കോടി രൂപയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം വെട്ടിക്കുറച്ചേക്കുന്നത്. കേന്ദ്രം വെട്ടിക്കുറച്ചത് തന്നെയാണ്. കഴിഞ്ഞ വർഷം തന്നുകൊണ്ടിരുന്ന പണം ഇപ്രാവശ്യം തന്നില്ല. അത്രയും പണം കുറച്ചിട്ടും അത് തരാനുള്ള ഏറ്റവും അർഹമായി നമുക്ക് കിട്ടേണ്ടതായിട്ടും തരാതിരിക്കുമ്പോഴും നമ്മൾ ഇതിനകത്തുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചെയ്യാൻ കഴിഞ്ഞത് നമ്മൾ കേരളത്തിൽ കോവിഡിൻ്റെ സമയത്ത് 1ാമത്തെ കോവിഡ് പാക്കേജ്, 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കൊടുത്ത 1ാം കോവിഡ് പാക്കേജ്, 2ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ നമ്മൾ കൊടുത്ത കോവിഡ് പാക്കേജ്, പ്രത്യേക 20,000 കോടി,
വ്യാപാരികൾക്കുള്ള പ്രത്യേക ഒരു പാക്കേജ് 5,500 കോടി, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും കൂടുതൽ തൊഴിലവസരങ്ങളും മറ്റും ഉണ്ടാക്കാവുന്ന, സാമ്പത്തിക രംഗം സജീവമാക്കാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ്. ആ ഒരു കാര്യം നന്നായി നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എത്രയോ മുന്നോട്ട് പോകേണ്ടതാണ്. അവിടെയാണ് പ്രശ്നം. നമുക്ക് കേരളത്തിന് അർഹമായി കിട്ടേണ്ട പണം ഈ പറഞ്ഞ 10-24,000 കോടി വെട്ടിക്കുറച്ചത് മാത്രമല്ല, നമുക്ക് ശരാശരി കിട്ടേണ്ട ഇന്ത്യയുടെ നികുതി വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് വരുത്തി. ആ വെട്ടിക്കുറവും കൂടി വരാതിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാളും എത്രയോ അധികം പണം ഉണ്ടാവേണ്ടതായിരുന്നു. ആ പണം എല്ലാം ഇല്ലാതായതിൻ്റെതായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടും സ്വാഭാവികമായിട്ടും. ജനങ്ങളുടെ പ്രധാന ആശങ്ക ക്ഷേമ പെൻഷൻ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത്. 2, കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. കാരണം കേന്ദ്രത്തിന്റെ ഒരു നിലപാട് കൂടി അതിനൊരു തടസ്സമാകുന്നുണ്ട്. ഈ പൊതുകടമായി നിശ്ചയിക്കാൻ പറ്റില്ല. ജീവിതം ഇരുട്ടേറുന്ന പാകിസ്ഥാൻ. പാൽ വില 184, അരിക്ക് 227. പിടിച്ചു നിൽക്കുമോ പാക് ജനത? സാമ്പത്തിക രംഗം താറുമാറായിട്ടും കലുഷിതമായി തുടരുന്ന രാഷ്ട്രീയം. കാണുക ലോകം ഈ ആഴ്ച, ഇന്നു രാത്രി 9:27. വാർത്തകൾ തുടരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതിയെ പിടികൂടി. പ്രതിയുടെ വീടിന് സമീപത്തു നിന്നുമാണ് പിടികൂടിയത്. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നതിനിടെ തിങ്കളാഴ്ച രാത്രിയിലാണ് പ്രതി പോലീസിനെ വെട്ടിച്ചു കടന്നുകളഞ്ഞത്. കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കളമശ്ശേരിയിൽ വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിവരങ്ങൾ പോലീസിൽ നിന്ന് ശേഖരിച്ചു. വെടിയുണ്ട കണ്ടെത്തിയതിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നതിനിടെയാണ് തീവ്രവാദ വിരുദ്ധ സംഘത്തിന്റെ വിവരശേഖരണം. മഞ്ഞുമൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെയുള്ള മരത്തിന് സമീപമായാണ് 12 വെടിയുണ്ടകൾ കണ്ടെത്തിയത്. പുഴയുടെ സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഇവ. പത്മ പുരസ്കാര നേട്ടം അപ്രതീക്ഷിതമെന്ന് ചരിത്രകാരൻ CI ഐസക്. തനിക്ക് വേദിയൊരുക്കിയത് RSS ആണെന്നും വിദ്യാർത്ഥി പരിഷത്ത് കാലം മുതൽ തന്റെ കഴിവ് തിരിച്ചറിഞ്ഞത് RSS ആണെന്നും CI ഐസക് പറഞ്ഞു. മലബാർ കലാപകാരികൾ സ്വാതന്ത്ര്യസമര സേനാനികളല്ല. മലബാർ കലാപകാരികളെ സ്വാതന്ത്ര്യസമര സേനാനി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചരിത്ര വസ്തുതകൾ കണക്കിലെടുത്താണ്. അതിന്റെ പേരിലല്ല തന്റെ പത്മ പുരസ്കാരമെന്നും പ്രൊഫസർ CI ഐസക് പറഞ്ഞു. സമർപ്പിക്കുന്നത് പ്രത്യേകിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച P പരമേശ്വരൻ എന്ന പേരിൽ ഞങ്ങൾ പരമേശ്വർജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന പരമേശ്വർജിയാണ്, സ്വർഗീയ പരമേശ്വർജിക്കാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. ഒപ്പം എനിക്ക് വേദി ഒരുക്കി തന്ന സംഘപ്രസ്ഥാനങ്ങൾക്കും. എൻ്റെ കഴിഞ്ഞ കാല പെർഫോമൻസ് പരിശോധിച്ചിട്ട് അതിനുള്ള കമ്മിറ്റികളൊക്കെ പരിശോധിച്ചതിന് ശേഷം കിട്ടിയതാണ്. അത് മലബാർ കലാപം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്ക് ഇത് കിട്ടും. കാര്യം ഞാൻ 50 വർഷമായിട്ട് ചരിത്രം, സാമൂഹ്യ ശാസ്ത്രം വിഷയങ്ങളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ കോർട്ട് പ്രൊസീഡിങ്സ് മുഴുവൻ കാണുന്നത് ഫോഴ്സിബിൾ കൺവേർഷൻ ആണ്. ഈ പ്രതികളുടെ പേരിലുള്ള ഫോഴ്സിബിൾ കൺവേർഷൻ ഒരു സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊന്നും അല്ല അവർ പറയുന്നത്. ബ്രിട്ടീഷുകാർ അവർക്ക് പ്രശ്നമേ അല്ല. രാജ്യത്തിന്റെ ആദരം എത്തിയതിൽ സന്തോഷത്തിലാണ് വയനാട്ടിലെ പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകനായ ഗോത്ര കർഷകൻ ചെറുവയൽ രാമൻ. തലമുറകളായി കൈമാറി വന്ന 60-ലധികം പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകനായ രാമന് കാർഷിക രംഗത്തെ നിരവധി ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചെറുവയൽ രാമൻ എന്ന ഗോത്ര കർഷകൻ വയനാടുകാർക്കെല്ലാം രാമേട്ടനാണ്. നെൽകൃഷി പോലെ ആർദ്രവും ലളിതവുമാണ് രാമേട്ടന്റെ ജീവിതം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്ന് ചെറുവയൽ രാമൻ. രാജ്യം അങ്ങനെ ഒരു അംഗീകാരം തന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. മനസ്സിലല്ലേ, എനിക്ക് അധ്വാനത്തിൻ്റെ പ്രതിഫലം എന്ന് തന്നെ വേണം. കാരണം സാധാരണ നമ്മൾ തെങ്ങിൻ ചുവട്ടിൽ നിധി എന്ന് പറയുന്നത് പോലെ നെല്ലിൻ്റെ ചുവട്ടിലൊരു നിധി എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. കർഷകനും കൃഷിക്കും സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷണം നൽകേണ്ടതുണ്ടെന്നും രാമേട്ടൻ. സർക്കാരിൻ്റെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും കർഷകർക്ക് കൊടുക്കണം.
അങ്ങനെ കർഷകർ കൊടുത്താൽ മാത്രമേ എനിക്ക് തോന്നുന്നത് സർക്കാർ ജീവനക്കാരിലേക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് തൊഴിലിലേക്ക് മാത്രം ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളൊക്കെ ഒരു പരിധി വരെ നമ്മളെ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും. ആദിവാസികളിലെ കുറിച്യ സമുദായാംഗമാണ് രാമൻ. പരിമിതികളോട് പൊരുതി 60-ലേറെ തനത് നെൽവിത്തുകൾ രാമൻ സംരക്ഷിച്ചിട്ടുണ്ട്. ചേന, ചേമ്പ്, പച്ചക്കറി വിത്തുകൾ എന്നിവയുടെയൊക്കെ സംരക്ഷകനാണ് അദ്ദേഹം. 3 ഏക്കർ പാടത്ത് കൃഷിയിറക്കുന്ന രാമൻ പാരമ്പര്യ വിത്തുകളുടെ സംരക്ഷണത്തിന് മാത്രം 1.5 ഏക്കർ നിലം നീക്കിവെച്ചിട്ടുണ്ട്. നെൽകൃഷിയിൽ ലാഭനഷ്ടങ്ങൾ നോക്കാറില്ല. ഭാര്യ ഗീതയുടെ പിന്തുണയോടെ തനത് നെൽവിത്തുകൾ കാത്തുസൂക്ഷിക്കുകയാണ് 1.5 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ വൈക്കോൽ മേഞ്ഞ വീട്ടിൽ. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. ഗാന്ധിയെയും ഖാദിയെയും കൂട്ടുപിടിച്ച ജീവിതമാണ് VP അപ്പുക്കുട്ട പൊതുവാളിന്റേത്. സ്വാതന്ത്ര്യസമര സേനാനി, ഖാദി പ്രചാരകൻ, എഴുത്തുകാരൻ തുടങ്ങി വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. 99-ാം വയസ്സിൽ പത്മശ്രീ അവാർഡ് തേടിയെത്തുമ്പോൾ പയ്യന്നൂരിലെ വീട്ടിൽ വിശ്രമത്തിലാണ് അദ്ദേഹം. പരേതരായ കരിപ്പത്ത് കമ്മാര പൊതുവാളുടെയും PP സുഭദ്രാമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 9-നാണ് ജനനം. 1930-ൽ ഉപ്പു സത്യാഗ്രഹ ജാഥ നേരിട്ട് കണ്ടത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നതിലേക്ക് നയിച്ചു. 1934 ജനുവരി 12-ന് ഗാന്ധിജിയെ കാണാനും പ്രസംഗം കേൾക്കാനും സാധിച്ചത് ജീവിതത്തിൽ വഴിത്തിരിവായി. 1942-ൽ BP ശ്രീകണ്ഠ പൊതുവാളിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെ സമരരംഗത്ത് സജീവമായി. സമരസമിതിയുടെ നിർദ്ദേശാനുസരണം പിന്നണിയിൽ പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 1943-ൽ അറസ്റ്റിലായെങ്കിലും തെളിവില്ലാത്തതിന്റെ പേരിൽ തലശ്ശേരി കോടതി വിട്ടയച്ചു. 1944-ൽ അഖില ഭാരതീയ ചർക്ക സംഘത്തിന്റെ കേരള ശാഖയിൽ ചേർന്ന് പ്രവർത്തിച്ചു. 1957-ൽ K. കേളപ്പൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടെ അപ്പുക്കുട്ട പൊതുവാളും സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഗാന്ധിയൻ പ്രവർത്തനങ്ങളിലും ഖാദി പ്രവർത്തനങ്ങളിലും സജീവമായി. 1947 മുതൽ മദ്രാശി സർക്കാരിന് കീഴിലുള്ള പയ്യന്നൂരിലെ ഊർജിത ഖാദി കേന്ദ്രത്തിന്റെ ചുമതലക്കാരനായും 1962 മുതൽ അഖില ഭാരതീയ ഖാദി ഗ്രാമോദ്യോഗ കമ്മീഷനിൽ സീനിയർ ഓഡിറ്ററായും പ്രവർത്തിച്ചു. 99-ാം വയസ്സിൽ രാജ്യത്തിന്റെ അംഗീകാരം തേടിയെത്തിയതിൽ സന്തുഷ്ടനാണ് അദ്ദേഹം. ന്യൂസ് 18 കാസർഗോഡ്. ഒരിടവേള കൂടി. ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് എന്ന സന്ദേശം നൽകുകയാണ് കോട്ടയത്തെ ഒരുപറ്റം സ്ത്രീകൾ. തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ബംഗളൂരുവിലേക്ക് ഇവർ വിമാനയാത്ര നടത്തി. 77 വയസ്സുള്ള ചെല്ലമ്മയമ്മ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഒരു വിമാനയാത്ര നടത്തണം. 1 കൊല്ലം മുൻപ് കണ്ടൊരു സ്വപ്നമാണ്. ഇന്നത് സഫലമായ ചിരിയാണ് ഇവരുടെ മുഖത്ത്. തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണ് ആഗ്രഹം. പിന്നെ കാര്യമങ്ങ് സീരിയസ് ആകുകയായിരുന്നു. വാർഡ് മെമ്പറും ഒപ്പം നിന്നതോടെ എല്ലാം എളുപ്പമായി. ഇവർ കഴിഞ്ഞ 1 വർഷം മുമ്പ് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്ക് വിമാനത്തിലൊന്ന് കയറണം, ഞങ്ങൾക്ക് സാധ്യമാണ്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അത് സാക്ഷാത്കരിക്കപ്പെടും എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ചെറിയ 100ഉം 200ഉം ഒക്കെ രൂപ അവർ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് അവർ അതിനുള്ള വിമാനയാത്രയുടെ ചെലവ് അവർ കണ്ടെത്തി. പനച്ചിക്കാട് 12-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് ആഗ്രഹം സഫലമാക്കിയത്. സ്പോൺസർ ഒന്നുമില്ലാതെ സ്വന്തം കൂലി ചെലവാക്കിയാണ് യാത്ര നടത്തിയത്. അതുപോലെ വളരെ സന്തോഷം. 77-കാരിയായ ചെല്ലമ്മയമ്മയാണ് സംഘത്തിൽ പ്രായത്തിൽ മൂത്തത്. വെറുതെ പണമുണ്ടാക്കിയാൽ പോരാ, ഇഷ്ടങ്ങളൊക്കെ സഫലമാക്കി മുന്നോട്ടു പോകണമെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു. ഈ കൈ പൈസ വെച്ച് ബാങ്കിലിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അതുകൊണ്ട് വല്ലോ പ്രയോജനമുണ്ട്. ചത്തു പോകുമ്പോൾ ഇത് വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ വല്ലവരും? അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ഞങ്ങളുടെ പണികൂലിയിൽ നിന്ന് ഞങ്ങൾ മിച്ചം പിടിച്ചു ഇത് ഇങ്ങനെ ഒരു കാര്യത്തിന് സാറിനോട് പറഞ്ഞ് ഞങ്ങളിപ്പം പോവുക. ബാംഗ്ലൂരിൽ ഇന്ന് മുഴുവൻ കറങ്ങിയ ശേഷം ട്രെയിൻ യാത്ര കൂടി സഫലമാക്കിയാണ് സംഘം തിരികെ പനച്ചിക്കാട്ടെത്തുക.
അടുത്ത വർഷത്തേക്കും ഇവർക്ക് പ്ലാനുകളുണ്ട്. അടുത്ത വർഷം പോയി ഡൽഹിക്ക് പറന്ന് പോകും. ഏതായാലും സമൂഹത്തിന് ഒരുപാട് ഊർജം പകരുകയാണ് പനച്ചിക്കാട്ടെ ഈ കുടുംബശ്രീകൾ. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അനന്ത് അംബാനിയും പ്രതിശ്രുത വധു രാധിക മർച്ചന്റും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. 1 മണിയോടെയാണ് ഇരുവരും ഗുരുവായൂരിലെത്തിയത്. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പദ്ധതി രൂപരേഖ അനന്തിന് ദേവസ്വം ചെയർമാൻ VK വിജയൻ കൈമാറി. ഇരുവരും ആനക്കോട്ടയും സന്ദർശിച്ചു. വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു ക്ഷേത്ര ദർശനം. കഴിഞ്ഞ ദിവസം അനന്ത് അംബാനി പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരുന്നു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.